അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്, ഫാക്ടറൈസേഷൻ. അപ്പോൾ എന്താണ് ഫാക്ടറൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ നമ്പർ തന്നു, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് എഴുതാൻ അറിയാം. അപ്പോൾ അതേ തന്നെ നമ്മൾ ഇവിടെ ആൾജിബ്രിക് എക്സ്പ്രഷനെ ഫാക്ടേഴ്സായിട്ട് എഴുതുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 30 ഒരു നാച്ചുറൽ നമ്പർ എടുക്കാം. ഇപ്പോൾ ഒരു 30 ഈ നാച്ചുറൽ നമ്പറിനെ നമ്മൾ എങ്ങനെ ഫാക്ടേഴ്സ് എഴുതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10 30 ആണ്. അതുപോലെ 3 × 2 × 5 3 × 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഇനി ഇങ്ങനെ എഴുതാം 6 × 5. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഇതിന് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് 1 നമ്മൾ എഴുതുന്നില്ലെങ്കിലും 1ഉം അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് 1 × 30 തന്നെയാണ് 30. അപ്പോൾ 1 2 3 5 6 10 30 ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 3 5 നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 3 5 ഇതിൻ്റെ ഫാക്ടറായിട്ട് എടുക്കുമ്പോൾ ഇത് എങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്? പ്രൈം ഫാക്ടേഴ്സാണ്. കാരണം എന്താണ് പ്രൈം നമ്പേഴ്സ്? നമുക്കറിയാം 1ഉം ആ നമ്പറും മാത്രം വരുന്നതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എവിടെയാണ് തുടങ്ങുന്നത്? 2ൽ 1ഉം 2ഉം മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. 3 5 ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 30യുടെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ അതിൽ 2 3 5 ആ ഒരു നമ്പേഴ്സ് മാത്രം വരുമ്പോൾ അതിന് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയും. ഇനി ഇത് തന്നെ നമ്മളിപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ, അതുപോലെ ഇപ്പോൾ നമുക്ക് 17ൻ്റെ പറയുകയാണെങ്കിൽ അതേപോലെ എഴുതാം. 17 എന്ന് പറയുന്നത് 7 × 2 × 5 ഇതും എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ആണ്. ഇനി 19ൻ്റെ ആണ് പറയുന്നുണ്ടെങ്കിൽ 19നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 × 5 × 2 ഇതെല്ലാം എന്താണ്? പ്രൈം ഫാക്ടേഴ്സ്. ഇനി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിനെയാണ് എഴുതിയത്. ആൾജിബ്രിക് എക്സ്പ്രഷനെ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് വെച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറൈസേഷനിൽ നമുക്കിപ്പം 5xy ഒരു എക്സ്പ്രഷൻ, ആൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 5 × x × y ആണ്. ഇതിലും 5 എന്ന് പറയുന്നത് 1 × 5, അതുപോലെ ഇത് വേറൊരു നമ്പറുമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഇതിൽ പറയുന്നത് ഇറെഡ്യൂസിബിൾ ഫോം എന്നാണ് പറയുക. അതൊന്നും നമുക്ക് ഇതിൽ പറയേണ്ട കാര്യമില്ല. അതായത് ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഫാക്ടറൈസേഷൻ എന്നുള്ളത് മനസ്സിലാവും. അതായത് ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2x + 4 എന്നൊരു നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇതിന് ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. 5xy അത് മൾട്ടിപ്പിൾ ഫോം തന്നെയാണുള്ളത്. 5ഉം xഉം yയും. അപ്പോൾ അതൊരു ഫാക്ടർ ഇതായിട്ട് തന്നെയാണുള്ളത്. അതുപോലെ ഇതിനെ നമുക്കിപ്പോൾ 3x × x + 2 ഇങ്ങനെ എഴുതുന്നതൊക്കെ എന്താണ്? ഇത് പ്രോഡക്റ്റ് ആയിട്ട് തന്നെയല്ലേ ഉള്ളത്. അതെല്ലാം ഫാക്ടറൈസേഷൻ ഇതിൽ തന്നെയാണുള്ളത്. അതായത് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സിലാണുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2x + 4 2x + 4നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഇതിൽ 2x ഈ 4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 അല്ലേ. അപ്പോൾ 2 × 2 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? 2 എന്ന നമ്പർ കോമൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് പുറത്തേക്ക് എടുക്കുന്നു. 2 എന്ന നമ്പർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 2 പുറത്തേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണുള്ളത്? x. അതുപോലെ ഇതിൽ ബാക്കിയുള്ളത് 2 × x + 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഈ ചാപ്റ്റർ നല്ലപോലെ പഠിക്കണം. ഇത് നിങ്ങൾക്ക് അതായത് ഈ ഫാക്ടറൈസേഷൻ എപ്പോഴും അറിയേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതിലിപ്പം 2x + 16 തന്നു. അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതണം. 2x + 16 ആണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. അങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക? 2x + 16 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 8. കാരണം ഇവിടെ
2 മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് 8നെ പിന്നെയും നമ്മൾ 4 2 × 2 അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ 2 മാത്രമേ രണ്ട് ഇക്വേഷനിലും അതായത് രണ്ട് ടേമിലും നമുക്ക് 2 മാത്രമേ അവിടെ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ 2 പുറത്തേക്ക് എടുത്തു, എക്സ് പ്ലസ് 8. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ 22y - 33z. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 22y - 33z ഉണ്ടെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങും? അപ്പോൾ ഇതിൽ 22 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 11 × y മൈനസ് 33 എന്ന് പറയുന്നത് 3 × 11 × z. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് എന്താണ് കോമൺ ആയിട്ടുള്ളത്? 11. അപ്പോൾ 11 നമ്മൾ ഇവിടെ ബാക്കി എന്താണ് ഉണ്ടാവുക? 2y മൈനസ് ഇവിടെ 3z. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടറൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്യും. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ 14pq പ്ലസ് 35pqr ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇതിനാ 14pq എന്നുള്ളത് എങ്ങനെ എഴുതാം? 2 × 7 × p × q ആണ്. പ്ലസ് 35 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 7 × 5 × p × q × r ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇത് ശരിക്കും നമുക്ക് കുറേ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ എഴുതാൻ പറ്റും. ഇതിലിപ്പോൾ 2 × 7 ആണ്, ഇത് 7 × 5 ആണ്. അപ്പോൾ അതിൽ രണ്ടിൽ 7ഉം പി ക്യൂ മാത്രമേ കോമൺ ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ 2 × 7, ഇവിടെ 7 × 5. അപ്പോൾ നമ്മൾ 7 പുറത്തേക്ക് എടുത്തു. 7 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞ് ഇവിടെ 2 പി ക്യൂ ഉണ്ട്, ഇതിലും പി ക്യൂ ഉണ്ട്. അപ്പോൾ അതുപോലെ എഴുതിയാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും കോമൺ ആയിട്ടുണ്ട്, 7 പി ക്യൂ. അതേ തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ പെട്ടെന്ന് എഴുതാൻ കഴിയും. 2 ഇവിടെ പി ക്യൂ നമ്മൾ പുറത്തേക്ക് എടുത്തു, 7 പി ക്യൂ. അപ്പോൾ 2 മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ 5 പി ക്യൂ പുറത്തേക്ക് വന്നു, അപ്പോൾ 6. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിൽ തന്നെ ഡയറക്റ്റ് എഴുതാൻ കഴിയും. അപ്പോൾ 2 ഉണ്ട്, 2 പി ക്യൂ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ 7 പി ക്യൂ പോയി കഴിഞ്ഞാൽ 5 6. ഇങ്ങനെയാണ് അതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12a² b + 15ab². അപ്പോൾ ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. 12a² b എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 12a² b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 × 2 ഇൻറ്റു a² എന്ന് പറയുന്നത് a × a × b. അതുപോലെ 15ab² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5 × a × b × b. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഒരു എ ആണ് കോമൺ ആയിട്ടുള്ളത്, അതുപോലെ ഒരു ബി കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയ നമ്പേഴ്സ് പുറത്തേക്ക് എടുക്കുന്നു. 3ab 3ab എന്നുള്ള നമ്പർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താണുള്ളത് നോക്കുക. 4ഉം ഒരു എ ബിയും. അപ്പോൾ 4ab ഇവിടെ എഴുതി പ്ലസ്. ഇനി ഇതിൽ ബാക്കിയുള്ളത് ഇത് 3ഉം എയും ബിയും പോയി, 5b ആണ്. അപ്പോൾ ബി 5 ഇതിൽ ബി ഇല്ല, സോറി, കാരണം നമ്മൾ ബി പുറത്തേക്ക് എടുത്തു. 3ab ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എയും 4a പ്ലസ് ഇവിടെ നമുക്ക് 5b ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് 12a² b + 15ab² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ab × 4a + 5b. അതായത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. അപ്പോൾ അത് ഇൻറ്റു ആണ്. അങ്ങനെ എഴുതുന്നതിന് അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്തത് 10x² 10x² എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 × x × x ആണ്. അതിൽ 18x³ എന്ന് പറയുന്നത്, അതുപോലെ 3 × 6 3 × 6 ആണ്. അപ്പോൾ 3 × 2 അപ്പോൾ ഇത് 6 × 3 18 ആയി. ഇനി x³ എന്ന് പറയുന്നത് x × x എഴുതി. അവിടെ 14x⁴ ആണുള്ളത്. 14x⁴ എന്ന് പറഞ്ഞാൽ 2 × 7 2 × 7 ആണ്. 14x⁴ എന്ന് പറയുമ്പോൾ x 4 ടൈംസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? 2 എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ? 2 ഇവിടെയുണ്ട്,
അപ്പോൾ എല്ലാ ഇതിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 ആദ്യം തന്നെ പുറത്തേക്ക് എഴുതി. ഇനി എന്താണ് കോമൺ ആയിട്ടുള്ളത്? എക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2x. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിൽ നിന്നും 2x മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് എത്ര? 2x ആണുള്ളത്, x². നോക്കുക, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം. ഇവിടെ x⁴ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് x² എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ x² പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി 2x² പുറത്തേക്ക് എടുത്തു. ഇനി എന്താണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്? ഇതിൽ 2ഉം 5ഉം മാത്രമേ നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ 5 ഇതിലെതിലും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി വേറെ നമ്പർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബാക്കി എന്താണുള്ളത്? 5. ഫസ്റ്റിൽ നമുക്ക് 5 ആണ് ബാക്കിയുള്ളത്. പിന്നെ എന്താണ്? നെഗറ്റീവ് സൈൻ. ആ നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി ഇതിൽ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പം ബാക്കി നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി x² ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ അവിടെ ബാക്കി ഒരു x ഉണ്ട്. 5 - 9x. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് ഇവിടെ പ്ലസ് സൈൻ അതേ തന്നെ നമ്മൾ കൊടുക്കുക, 7. ഇവിടെ 2x നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി എത്രയാണുള്ളത്? x². അപ്പോൾ 5 - 9x + 7 x² × 2x² ആണ് വരുന്നത്. ഇതിനെ ഇനിയും ഫാക്ടേഴ്സ് ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇനി അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഇനി എക്സസൈസ് നോക്കാം. 14.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ്, അതായത് 12x 36. ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം 12x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 അതായത് ഇതിൻ്റെ ഫാക്ടേഴ്സ് 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 3 × 6 × 2 അല്ലേ? അതായത് ഇത്രയും വരുന്നു x ആണ് വരുന്നത്. ഇനി 36 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 36 എന്ന് പറഞ്ഞാൽ 2 ഇനി 18 ആണ്. 18 എന്നുള്ളത് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്ത് നോക്കാം. 2 18 2 9 3 3. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? 3 3. ഇത്രയും നമ്പേഴ്സാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ കോമൺ ഫാക്ടറാണ് നമുക്ക് കാണുന്നത്. HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ രണ്ടിലും വരുന്നത് 2 രണ്ടിലും വരുന്നുണ്ട്. ഇനി എന്താണ്? ഇവിടെ ഒരു 2 ഉണ്ട്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. x ഇതിലുണ്ട്, ഇതിൽ x ഇല്ല. അതുപോലെ 3 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്പേഴ്സ് വന്നത്? 2 × 2 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3, ഇതിലൊരു 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ആദ്യത്തത് 12 എന്ന് കിട്ടി. ഇനി അടുത്തത് 2y 22xy. അതിനെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. 2y എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് 2ഉം yയും മാത്രമേ ഉള്ളൂ. 22xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 22നെ എങ്ങനെ എഴുതാം? 2 × 11 × x × y. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്, പിന്നെയോ y ആണ് ഉള്ളത്. അപ്പോൾ 2y ആണ് അതിൻ്റെ HCF. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തേർഡ് എന്ന് പറയുന്നത് 14pq പിന്നെ 28p²q² ആണ് ഉള്ളത്. അപ്പോൾ 14pq എന്ന് പറയുന്നത് നമുക്ക് 2 × 7 എന്താണ്? 14 p × q. ഇവിടെ 28 എന്നുള്ളത് അതേപോലെ തന്നെ 28 7 × 4 ആണ് 28. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 14 2 7. അപ്പോൾ 2 × 7 × p² എന്ന് പറഞ്ഞാൽ p × p × q × q. അപ്പോൾ ഇതിൽ ഒരു പിയും ക്യൂവും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ PQ എഴുതി നമ്മൾ. ഇനി 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, പിന്നെയോ ഒരു 7 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 × 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ 14pq. HCF എന്ന് പറയുന്നത് 14pq. 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, 7 കോമൺ ആയിട്ടുണ്ട്, വേറെ നമ്പേഴ്സ് അതിലില്ല. അപ്പോൾ 14 എഴുതി. PQ ഇവിടെ p 2 പ്രാവശ്യം ഉണ്ട്, പക്ഷെ ഒരു q മാത്രമേ രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ PQ അതാണ് അതിൻ്റെ കോമൺ ഫാക്ടർ. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x 3x² 4 ആണ്.
അപ്പോൾ 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ്, 3x² എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, 4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻറ്റു 2. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഒരു നമ്പറും കോമൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കാം, 2 ഇതിലുണ്ട്, ഇതിൽ 2 ഇല്ല, ഇതിലുണ്ട്. മൂന്നിലും കോമൺ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ HCF എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഇതിൽ രണ്ടിലും ഉണ്ട്, ഇതിൽ എക്സ് ഇല്ല. അതുപോലെ 3 ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണ് കോമൺ ആയിട്ടുള്ളത്? 1. ഇത് 1 നമ്മൾ ഇതിൽ എഴുതണം എന്നില്ല. അപ്പോൾ 1 എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതിൽ 1 ആണ്. ഇനി അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 6ABC 24AB² 12A²B ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ 6ABC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 ഇൻറ്റു A ഇൻറ്റു B ഇൻറ്റു C. 24AB² എന്ന് പറയുന്നത് 24. ഇപ്പോൾ 6 ഇൻറ്റു എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് 24 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 8 2 4 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 24 ആയി. 24 A ഇൻറ്റു ബി ഇൻറ്റു ബി ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് 12A²B. 12A²B എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 4 12 ആണ്. അപ്പോൾ 3 ഇൻറ്റു 4 എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്താൽ 2 ഇൻറ്റു 2. A² എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ഇൻറ്റു B. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് നോക്കാം. 2. ഇതിൽ 2 എല്ലാ ഇതിലും 2 ഉണ്ട്. അപ്പോൾ നമ്മളൊരു 2 എഴുതി. ഇനി 3 നോക്കുക. ഇവിടെ 2ഉം 3ഉം മാത്രമേ നമ്പേഴ്സ് ആയിട്ടുള്ളൂ. 3 ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ 3 എഴുതി ഇൻറ്റു. ഇവിടെ ABC ഉണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് ഒരു A ഉണ്ട്, ഇതിലൊരു A ഉണ്ട്. അപ്പോൾ അതൊരു A എഴുതി. ഇവിടെ B ഉണ്ട്, B ഉണ്ട്, B ഉണ്ട്. അപ്പോൾ B എഴുതി. C ഇല്ല. അപ്പോൾ ഇതാണ് 6AB ആണ് അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 3 മൂന്നിലും ഉണ്ട്, 2 മൂന്നിലും ഉണ്ട്. പിന്നെ ഇവിടെ ABC ആണുള്ളത്. ഇവിടെ ഒരു A ഇതിലുണ്ട്, ഇതിലും ഒരു A ഉണ്ട്. അതുപോലെ B ഇതിൽ മൂന്നിലും ഓരോന്നുണ്ട്. അപ്പോൾ B എഴുതുക. അങ്ങനെ നോക്കിയിട്ട് എഴുതുക. അടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും പെട്ടെന്ന് പറയാൻ കഴിയില്ല. AB മാത്രമേ കോമൺ ആയിട്ട് എല്ലാത്തിലും ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി നോക്കിയാൽ മതി. കോമൺ ആയിട്ടുള്ളത് 6 ഇൻറ്റു 4 24 ആണ്. 6 ഇൻറ്റു 2 12 ആണ്. അപ്പോൾ എല്ലാത്തിലും 6ഉം കോമൺ ആയിട്ടുണ്ട്. 6 എഴുതി. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16x² പിന്നെ -4x² ആണ്. പിന്നെ 32x ഇങ്ങനെയാണുള്ളത്. അപ്പോൾ 16x² എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 8 16 ആണ്. അപ്പോൾ 2 ഇൻറ്റു 8 എന്നുള്ളത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 അപ്പോൾ 16 ആയി. x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ്. ഈ -4x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് വരുന്നത്. അവിടെ ഈ 32x എന്ന് പറയുമ്പോൾ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 1 2 8 2 4 2 2. അപ്പോൾ 5 ടൈംസ് 2 ഇൻറ്റു എക്സ്. അപ്പോൾ HCF എന്ന് പറയുന്നത് ഇവിടെ HCF ഈക്വൽ ടു ഇതിൽ 2 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 2 മാത്രമേ നമുക്ക് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 4. അതുപോലെ എത്ര എക്സ് ഉണ്ട്? ഇതിൽ ഒരു എക്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഒരു എക്സ് മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ HCF എന്ന് പറയുന്നത് 4x ആണ്. ഇനി അടുത്ത 7th ക്വസ്റ്റ്യൻ, 10PQ 20QR 30RP ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ 10PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 5 ഇൻറ്റു P ഇൻറ്റു Q എന്ന് എഴുതാം അല്ലേ? 10PQ. ഇനി 20QR
20QR എന്ന് പറഞ്ഞാൽ 2 × 2 × 5 20 Q × R. ഇനി 30 RP എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 × 5 × R × P. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വേരിയബിൾ നമ്മൾ നോക്കും പിയും ക്യൂ ആണുള്ളത്. ഇതിൽ ക്യൂ ഉണ്ട്, ഇതിൽ ക്യൂ ഇല്ല. അതുപോലെ ഇതിൽ ഇതിൽ രണ്ടെണ്ണത്തിൽ ഒരു വേരിയബിൾ മൂന്നിലും കോമൺ ആയിട്ട് വരുന്നില്ല, അപ്പോൾ അതെടുക്കാൻ കഴിയില്ല. HCF എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 2 നോക്കുക, 2 മൂന്നിലും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ 2 എഴുതാൻ പറ്റും. പിന്നെയോ 5 മൂന്നിലും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ 5 എഴുതാം. 3 എഴുതാൻ കഴിയുള്ളൂ, 3 ഇല്ല. അതുപോലെ ഇതിലൊരു 2 അധികം, അപ്പോൾ HCF എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8 എന്ന് പറയുന്നത് 3x² y³ 3x² y³ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 × x × x × y³ എന്ന് പറയുമ്പോൾ y × y വന്നു. 10x² y² ഇതിനെ എങ്ങനെ എഴുതാം? 2 × 5 × x × x × y × y. ഇനി 6x² y² z. 2 × 3 × x × x × y × y × z ആണ് വരുന്നത്. അപ്പോൾ HCF എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് ഒന്നിലും കോമൺ ആയിട്ടില്ല. ഇതിലിപ്പോൾ ഇതിൽ രണ്ടിലും 2 ഉണ്ട്, ഇതിൽ 3 ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ 5 ഇല്ല. എക്സ് നോക്കുകയാണെങ്കിൽ എക്സ് ഇതിൽ മൂന്നിലും നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. x² എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ 2x² എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. ഇനി y നോക്കുകയാണെങ്കിൽ y² കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ x² y² z ഒന്നിലും ഇല്ല. അപ്പോൾ HCF എന്ന് പറയുന്നത് x² y² ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫാക്ടറൈസ്. ഇവിടെ 7x - 42. അപ്പോൾ ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. 7x - 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 7x - 42 എന്ന് പറയുന്നത് 6 × 7 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ടുള്ളത് 7 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി x, ഇവിടെ 6 x - 7 × x - 6. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6p - 12q ആണ്. അപ്പോൾ ഇതിൽ 6p - 12 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6q. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 6 ഉണ്ട്, പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കി p. ഇവിടെ 6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2q ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ്. ഈ തേർഡ് ക്വസ്റ്റ്യൻ 7a² + 14a ആണ്. അപ്പോൾ ഇതിൽ 7a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം a × a പ്ലസ് 14 എന്ന് പറയുന്നത് 2 × 7 × a ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 7a രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ 7a പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കി എത്രയാണ്? a പ്ലസ് ഇവിടെ 2. ഇതിൻ്റെ ഫാക്ടേഴ്സ് 7a × a + 2. അടുത്തത് -16z + 20z³ ആണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അതായത് ഇങ്ങനെ മൈനസ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ -1 × 16 എന്നുള്ളത് 4 × 4 എന്ന് കൊടുക്കുക × z പ്ലസ് 20 എന്നുള്ളത് 4 × 5 × z³ എന്ന് പറയുന്നത് z × z ആണ്. അപ്പോൾ ഇതിൽ 4 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, ഒരു z രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 4z പുറത്തേക്ക് എടുത്തു, 4ഉം z ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതായത് -4z ഉള്ളിലുണ്ട്, -4z. ഇനി ബാക്കി ഇവിടെ 4z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 5 എത്ര z ബാക്കിയുണ്ട്? z². സോറി, ഇവിടെ 4z നമ്മൾ പുറത്തേക്ക് എടുത്തു, അപ്പോൾ ബാക്കി -4 ആണുള്ളത്. ഇവിടെ 5 z × z² ഒരു z നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ രണ്ടിലും കൂടി ഒരു z മാത്രമേ കോമൺ ആയിട്ടുള്ളൂ, 4 കോമൺ ആയിട്ടുണ്ട്. -4 + 5z² ആണ് വരുന്നത്. ഇനി അടുത്തത് അതിൽ 20l² m
20L2M plus 30ALM. ഇതിനെങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ 20 എന്ന് പറയുന്നത് നമുക്ക് 2 ഇൻറ്റു, അതായത് 10 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു L ഇൻറ്റു L ഇൻറ്റു M പ്ലസ് 3 ഇൻറ്റു 10 ഇൻറ്റു A ഇൻറ്റു L ഇൻറ്റു M ആണുള്ളത്. അപ്പോൾ 10 രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് 10 പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? ഒരു L രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, L പുറത്തേക്ക് എടുത്തു. പിന്നെ M കോമൺ ആയിട്ടുണ്ട്, M പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ 10 പോയി. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, നമ്പേഴ്സിൽ 2 ആണുള്ളത്. പിന്നെ ഒരു L ഉണ്ട് പ്ലസ് ഇവിടെ നമ്മൾ 10 പുറത്തേക്ക് എടുത്തു. ബാക്കി നമ്പേഴ്സിൽ 3 ഉണ്ട്, പിന്നെ A ഉണ്ട്, L M പുറത്തേക്ക് വന്നു. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇനി അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 5x² മൈനസ് 15xy². അപ്പോൾ 5x² മൈനസ് 15xy² എന്നാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ രണ്ടിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? 5. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. 5x² മൈനസ് 15 എന്നുള്ളത് 3 ഇൻറ്റു 5xy² എന്നാണുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 5 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ് ആണ് നമുക്ക് കോമൺ ആയിട്ടില്ല, x² ഇല്ല. അപ്പോൾ എക്സ് എഴുതുക. അതുപോലെ y രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 5xy എന്നുള്ളത് പുറത്തേക്ക് എടുത്തു. 5xy രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇവിടെ x² ആണുള്ളത്. അപ്പോൾ അവിടെ ബാക്കി എന്തുണ്ടാവും? എക്സ് മൈനസ്, ഈ സൈന് മൈനസ് അതേപോലെ എഴുതി. 5xy നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കി 3 ഉണ്ട്, ഒരു y പുറത്തേക്ക് പോയി. 5xy ഇൻറ്റു എക്സ് മൈനസ് 3y. x² എന്നുള്ളത് x ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ അതിലൊരു എക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തു. y രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇവിടെ y² ആണ്. y² എന്ന് പറഞ്ഞാൽ y ഇൻറ്റു y. അപ്പോൾ ഒരു y അവിടെ ബാക്കിയുണ്ടാവും, 3. ഇതിനെങ്ങനെ എഴുതാം? ഇനി അടുത്തത് 10a² മൈനസ് 15b² പ്ലസ് 20c² ആണ്. അപ്പം ഇതിൽ നമുക്ക് 10 എന്നുള്ളത് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 2. അവിടെ a², അതായത് a ഇൻറ്റു a എഴുതിയാൽ ഇതിലൊന്നിലും വേരിയബിൾ ഒരേപോലെ ഇല്ല. അപ്പോൾ a² എന്തായാലും വരും. അതുപോലെ 50 എന്ന് പറയുന്നത് നമുക്ക് 3 ഇൻറ്റു 5, ഇവിടെ b² പ്ലസ് 20 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 5. കാരണം എല്ലാത്തിലും 5 ആണുള്ളത്, അതിനനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഈ മൂന്നിലും നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? 5 കോമൺ ആയിട്ടുണ്ട്. അത് മാത്രമേ നമുക്കിപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ബാക്കി എന്താണുള്ളത്? 2a². ഇവിടെ നമ്മൾ 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 3b². ഇവിടെ 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4c². ആ സൈൻ അതേപോലെ തന്നെ കൊടുക്കുക. എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ അതിൽ 5 മാത്രമേ നമുക്ക് കോമൺ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈനസ് 4a² പ്ലസ് 4ab മൈനസ് 4ca. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കോമൺ ആയിട്ടുള്ളത്? 4 കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? a കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 4a കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ മൈനസ് ആണുള്ളത്. അപ്പോൾ മൈനസ് a ഉള്ളിലുണ്ട്. ഇവിടെ 4a പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് b. ഇവിടെ 4a പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് c. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4a ഇൻറ്റു മൈനസ് a പ്ലസ് b മൈനസ് c ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9th ക്വസ്റ്റ്യൻ. x²y z പ്ലസ് xy² z പ്ലസ് xyz². ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും ആദ്യത്തേൽ x², രണ്ടാമത്തേൽ y², മൂന്നാമത്തേൽ z² ആണ്. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് എന്താ അവിടെ ഉള്ളത്? xyz. മൂന്നിലും xyz കോമൺ ആയിട്ടുണ്ട്. ഇവിടെ x² ആണ്, അപ്പോൾ x. ഇവിടെ y² ആണ്, അപ്പോൾ y ബാക്കി. ഇവിടെ z² ആണ്, അപ്പോൾ z. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് അതാണ്. ഇനി അടുത്തത് ax²y പ്ലസ് bxy² പ്ലസ് cxyz. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ
ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എക്സ് വൈ എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് വൈ പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കി എന്താണുള്ളത്? എക്സ് വൈ ആണ് പുറത്തേക്ക് എടുത്തത്. എക്സ് സ്ക്വയർ ആണ്. അവിടെ ഒരു എക്സും ഉണ്ട്, എ എക്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബി വൈ ആണുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് വൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സി സെഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y. ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നോക്കാം ആദ്യം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ രണ്ടിനെ ഒരുമിച്ച് നമുക്ക് ഇതിനെ രണ്ടിനെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിൽ എന്ത് കോമൺ ആയിട്ടുണ്ട്? എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എക്സ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ പ്ലസ് വൈ പ്ലസ് 8 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 8 പുറത്തേക്ക് എടുത്തു. ഇവിടെ എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പം അത് നമ്മൾ ഒരുമിച്ച് എഴുതി. എക്സ് പ്ലസ് വൈ രണ്ടിലും ഉണ്ട്, അത് എഴുതി. ബാക്കിയുള്ളത് എന്താണ്? എക്സ് പ്ലസ് 8. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ അതുപോലെ എക്സ് പ്ലസ് 8. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ പുറത്തേക്ക് എടുത്തു. ഇവിടെ എക്സ് പ്ലസ് 8 ബാക്കിയുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 15xy മൈനസ് 6x പ്ലസ് 5y മൈനസ് 2 ഇങ്ങനെയാണ് ഉള്ളത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഇത് രണ്ടും ഒരുമിച്ചിട്ടും ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. അതായത് 15xy പ്ലസ് 5y, അതായത് 5ന്റെ ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ട് അതിനെ ഒരുമിച്ച് എഴുതി. മൈനസ് 6 മൈനസ് 2 ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിൽ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 ആണ്. അപ്പോൾ അതിൽ രണ്ടിലും 5y കോമൺ ആയിട്ടുണ്ട്. 5y കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി എന്താണുള്ളത്? 3x പ്ലസ് 1. അതുപോലെ ഇതിൽ നമ്മൾ മൈനസ് 6x മൈനസ് 2 ആണുള്ളത്. അപ്പോൾ മൈനസ് 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3x പ്ലസ് 1. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് ഇനി എന്ത് കോമൺ ആയിട്ടുണ്ട്? 3x പ്ലസ് 1 ഇൻറ്റു 5y മൈനസ് 2. ഒന്നും കൂടി പറയാം. അതായത് 15xy, ഞാൻ ഇതിൽ രണ്ടിലും 5ന്റെ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അതിന് ഒരുമിച്ച് എഴുതി. മൈനസ് 6x മൈനസ് 2 ഒരുമിച്ച് എഴുതി. അതിനുശേഷം ഇതിൽ രണ്ടിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? 5y കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി എന്താണുള്ളത്? 3x എഴുതി. 5y നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ആണ് ബാക്കിയുള്ളത്. മൈനസ് ഇതിൽ രണ്ടിലും, അതായത് മൈനസ് 3 × 2 മൈനസ് 2 ഇങ്ങനെയാണുള്ളത്. അപ്പം മൈനസ് 2 ആണ് നമ്മൾ രണ്ടിലും കൂടി പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. മൈനസ് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 3x. അതുപോലെ മൈനസ് 2 പ്ലസ് 1 ആണ്, അതായത് മൈനസ് 2 × പ്ലസ് 1 ആണ് മൈനസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്ലസ് 1 ആണ് ബാക്കി ഉണ്ടാവും. മൈനസ് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഇവിടെ നമുക്ക് എപ്പോഴും ഒരേപോലെ കിട്ടണം. 3x പ്ലസ് 1 ഒരേപോലെ കിട്ടി. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് 5y മൈനസ് 2. അങ്ങനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ax പ്ലസ് bx മൈനസ് ay മൈനസ് by ഇങ്ങനെയാണുള്ളത്. അതായത് ഇതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എ പ്ലസ് ബി. ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൈ പുറത്തേക്ക് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എ പ്ലസ് ബി കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് വൈ പുറത്തേക്ക് എടുത്തതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? മൈനസ് എ മൈനസ് ബി. ഇവിടെ എന്താ ഉള്ളത്? എ പ്ലസ് ബി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? മൈനസ് ഉള്ളത്. മൈനസ് പുറത്തേക്ക് എടുത്തു. എ പ്ലസ് ബി. മൈനസ് വൈ ഇൻറ്റു എ ആണ് മൈനസ് എ വൈ. മൈനസ് വൈ ഇൻറ്റു ബി ആണ് മൈനസ് ബി വൈ. മൈനസ് വൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും ഒരേപോലെ കിട്ടുള്ളൂ. അത് കിട്ടിയാലും നമുക്ക് ഫാക്ടേഴ്സ് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എ പ്ലസ് ബി, ഇവിടെ എക്സ് മൈനസ് വൈ. അപ്പോൾ അതിൻ്റെ ഫാക്ടർ ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ കൂടി. 15pq പ്ലസ് 15 പ്ലസ് 9q പ്ലസ് 25p ഇങ്ങനെയാണുള്ളത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് q എന്നുള്ളത് ഒരുമിച്ചിട്ടും ഇതിനെ ഒരുമിച്ച് അങ്ങനെ എഴുതിയാലും ചെയ്യാം, അല്ലാണ്ടും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ആദ്യം 15pq പ്ലസ് 9q ഒരുമിച്ച് എഴുതി, പ്ലസ് 15 പ്ലസ് 25p
പി. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 5 ഇവിടെ 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ എന്ത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം? 3 രണ്ടിലുണ്ട്. 3 ക്യൂ ആണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക. ഇവിടെ ബാക്കി പി ഉണ്ട്. പി ഉണ്ട്. അപ്പോൾ 5 പി പ്ലസ് ഇവിടെ 3 ക്യൂ ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ബാക്കി 3 പ്ലസ് ഇനി ഇതിൽ രണ്ടിലും നമുക്ക് 5 ആണ് കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെ 3 പ്ലസ് 5 പി. അപ്പോൾ രണ്ടിലും 5p പ്ലസ് 3 കോമൺ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5p പ്ലസ് 3 ഇൻറ്റു ഇതിൽ രണ്ടിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3 പ്ലസ് 5pയും 5p പ്ലസ് 3യും വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ഇനി ബാക്കിയുള്ളത് 3q പ്ലസ് 5. അപ്പോൾ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. ഇതിലിപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ പി ക്യൂ പ്ലസ് 1 വരും. പക്ഷെ ഇതിൽ നമുക്ക് അതേപോലെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒന്നും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ഓർഡർ മാറ്റി നോക്കുക. ഇത് രണ്ടും നമ്മൾ എടുക്കുമ്പോൾ 9pയും 25pയും ആകുമ്പോൾ അതിൽ ഒരു നമ്പറും കോമൺ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ മാറ്റി എഴുതി. 15pq എഴുതി, 9q ഒരുമിച്ച് എഴുതി, 15 പ്ലസ് 25p ഒരുമിച്ച് എഴുതി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? 3q കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ 5p പ്ലസ് 3 വന്നു. ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 പ്ലസ് 5p വന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരേപോലെ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഒരു ഫാക്ടറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കില്ല. അതേപോലെ ഇവിടെ ഒരേപോലെ കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഭാഗമെല്ലാം നല്ലോണം പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അടുത്തത് z മൈനസ് 7 പ്ലസ് 7xy മൈനസ് xyz ആണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് 1. അപ്പോൾ 1 ഇൻറ്റു z മൈനസ് 7 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ നമുക്ക് z മൈനസ് 7 തന്നെ കിട്ടണമെങ്കിൽ മൈനസ് xy വേണം പുറത്തേക്ക് എടുക്കാൻ. മൈനസ് xy പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ z, അതായത് 7 മൈനസ് സൈൻ വരുള്ളൂ. അതുപോലെ z എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവും വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ശരിക്കും z മൈനസ് 7 മൈനസ് xy ഇൻറ്റു z മൈനസ് 7 ആണ്. എപ്പോഴും ഇവിടെ രണ്ടും ഒരേപോലെ വരണം. അപ്പോൾ z മൈനസ് 7 കോമൺ ആയി. ഇനി ഇവിടെ 1 മൈനസ് xy, അതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇതിലൊന്നുമില്ല, ഇതിനെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ഇൻറ്റു z മൈനസ് 7 എഴുതി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് മൈനസ് 7 കിട്ടണം, അതുപോലെ പ്ലസ് z കിട്ടണമെങ്കിൽ മൈനസ് xy കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്ലസ് 7 ആവുള്ളൂ. മൈനസ് xy ഇൻറ്റു മൈനസ് 7 ആണ് പ്ലസ് 7xy. അപ്പോൾ അവിടെ മൈനസ് 7 വന്നു, ഇവിടെ പ്ലസ് 7. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ എഴുതി. ഇത് രണ്ടിലും z മൈനസ് 7 കോമൺ ആയിട്ടുണ്ട്, 1 മൈനസ് x. അപ്പോൾ അതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.